ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 1 ആണ്. 5 എപ്പിസോഡുകളാണ് പാർട്ട് 1ൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മിയാഗി ഡോയാണ്. ജോണി സെക്കായ് ടെക്കായി വരാൻ പോവാണ്. അതിനായി നമുക്ക് 6 ബാഡാസ് ഫൈറ്റേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതത്ര എളുപ്പമല്ലെങ്കിലും നമുക്കത് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ഇനിയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ 6 പേരെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കേണ്ട സമയമാണിത്. എല്ലാവരും അതിനായി നന്നായി തന്നെ പരിശ്രമിക്കും. ശേഷം കോളേജിൽ എല്ലാവരും ഈ ടൂർണമെൻറ്റിനെ കുറിച്ചും ആരൊക്കെ ടോപ്പ് 6ൽ എത്തുമെന്നതിനെക്കുറിച്ചുമുള്ള ഡിസ്കഷനിലായിരിക്കും. ഓരോരുത്തർക്കും ഇന്നയാളാണ് ടോപ്പ് 6ൽ വരാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നോക്കും. ശേഷം ഡാനിയലും ജോണിയും സെക്കായ് ടെക്കയിലേക്ക് ആരെയൊക്കെ ടോപ്പ് 6ൽ എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. എന്നാലും ആദ്യത്തെ 4 പേര് സാം, റോബി, മിഗ്വേൽ, ഹോക്ക്, ഡെമിട്രി ഇവരുടെയായിരിക്കും. ജോണി ഓക്കെയാണ്, പക്ഷെ ഞാൻ കരുതി ടോറിയുടെയും പേരുണ്ടാകുമെന്ന്. ഡെമിട്രി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷെ ടോറിയുടെ അത്രക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡാനിയൽ ടോറിയുടെ സ്കിൽസൊക്കെ അടിപൊളിയാണ്, പക്ഷേ അവൾ മിയാഗിഡോയിൽ വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. ജോണി അവൾ കിടുവാണ്, മിയാഗി ആയിരുന്നെങ്കിൽ അവളെ എപ്പോഴേ സെലക്ട് ചെയ്യുമായിരുന്നു. 6ാം സ്ഥാനത്ത് ആൻ്റണിയുടെ പേര് കണ്ട ജോണി ഇതെന്താ ലൊറൂസോ ഫാമിലി വെക്കേഷനോ, അപ്പോൾ ആ റാമൻ ആരാവണമെന്ന് നീ പറയ് എന്ന് പറയുമ്പോൾ ഡേവോൺലിയുടെ പേര് പറയും. അവളോ? അവൾ നിൻ്റെ കൂടെ ഈഗിൾ ഫാങ്ങിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ അവളുടെ പേര് പറയുന്നത്. ജോണി നീ ഇങ്ങനെ ഡോജോ ഹിസ്റ്ററി നോക്കിക്കൊണ്ടിരിക്കല്ലേ, നമ്മളെല്ലാവരും മിയാഗിഡോ അല്ലേ, അപ്പോൾ ആരൊക്കെ വേണമെന്ന് ഇപ്പോഴും അവർക്ക് ഡൗട്ടായിരിക്കും. ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി നമ്മുടെ കുട്ടികളുമായി യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഒരു കരാട്ടെ എക്സ്പേർട്ടിനെ ആവശ്യമാണെന്ന് അവർക്ക് തോന്നുന്നു. ഡാനിയൽ എനിക്കൊരു ബാഡ് ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയുന്നു. അതിനായി അവർ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മൈക്ക് ബാർണസിനെ കൊണ്ടുവരും. ചോസൺ ഒക്കിനാവയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇവനെ വിളിക്കും. സെൻസൈ ബാർണസിനെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. കുട്ടിക്കാലത്ത് ഇയാൾ ടെറി സിൽവറിൻ്റെ ശിഷ്യനായിരുന്ന കാര്യം അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മൈക്ക് സൈലൻസ് എന്ന് പറയും. സെൻസൈ ബാർണസ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും നിരീക്ഷിച്ച് സെക്കായ് ടെക്കായിലേക്കുള്ള ടോപ്പ് 6നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ടൂർണമെൻറ്റ് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. ഒരു പേടിപ്പെടുത്തുന്നതുമായ കുറേ കാര്യങ്ങൾ അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് ലൗഡായിരിക്കും. ഡാനിയൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അതിന് പോലും അവൻ സമ്മതിക്കുന്നുണ്ടാവില്ല. ഡാനിയൽ എന്തോ പറയാൻ വരുമ്പോൾ മൈക്ക് ഇവിടെ നല്ല മാറ്റമുണ്ടല്ലോ, ഞാൻ അന്ന് വന്ന പോലെയല്ലെന്ന് പറയുമ്പോൾ ഡാനിയലിന് പണ്ടത്തെ കാര്യമൊന്ന് ഓർമ്മ വരും. ഇതിനെ കൊണ്ടുവന്നതും പണിയായോ എന്നായിരിക്കും അവന് തോന്നുന്നത്. മൈക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ആദ്യത്തെ കടമ്പ കടക്കണമെങ്കിൽ നിങ്ങളുടെ എക്സലൻസ് ആൻഡ് സ്പീഡ് നിങ്ങളിവിടെ തെളിയിക്കണം. അതിനായി ഒരു കോഴിയെ അങ്ങ് ഇറക്കി വിടും. അതിനെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും എല്ലാവരും. അടുത്തത് സ്ട്രെങ്ത്തിൻ്റെ, പിന്നെ ടീം വർക്ക്, അങ്ങനെ ഓരോ ട്രെയിനിങ് വീതം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങും. അതൊക്കെ നിരീക്ഷിച്ച് മൈക്ക് നോട്ട്. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് മൈക്ക് മൊത്തത്തിൽ 12 പേരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോരുത്തരുടെ പേര് വിളിക്കും. ഹോക്ക്, റോബി, മിഗ്വേൽ, സാം, ടോറി, പിന്നെ മസിൽസ് എന്ന് വിളിക്കും. അതാരാണെന്ന് ആർക്കും മനസ്സിലായിണ്ടാവില്ല. നീ തന്നെ എന്ന് പറഞ്ഞ് മറ്റേ കാല് മാറി തിരിച്ചു വന്നവനെ വിളിക്കും. ശേഷം കെന്നിയെ വിളിക്കുന്നു. കോഴിയെ പിടിച്ചതിന് അവനെ പ്രത്യേകം അഭിനന്ദിക്കും, കാരണം അത് മറ്റാർക്കും പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ നെയ്റ്റിനെയും ക്രിസിനെയും ഡെമിട്രിയെയും ഒക്കെ വിളിക്കുന്നതിനിടയിൽ ഡേവോണിന് നല്ല ടെൻഷൻ ഉണ്ടാവും, തന്നെ വിളിക്കാത്തത് കൊണ്ട്. അപ്പോൾ തന്നെ ഡേവോണിനെയും അവസാനം ആൻ്റണിയെയും വിളിക്കും. എന്നിട്ട് സെലക്റ്റായ 12 പേരോടും നാളെ റൗണ്ട് 2വിനായി തയ്യാറായി വരാൻ പറയും. ബാക്കിയുള്ളവരോട് അടുത്ത പ്രാവശ്യം നോക്കാമെന്നും പറയും. മൈക്ക് സാമിനെയും ടോറിയെയും അഭിനന്ദിക്കുന്നത് കാണുന്ന ഡേവോൺ ഇതെന്താ തന്നെ മാത്രം ആർക്കൊരു മൈൻഡുമില്ലാത്ത എന്ന് തോന്നുന്നു. ഡാനിയൽ ആൻ്റണിയെ അഭിനന്ദിക്കുന്നു. ഡേവോണിൻ്റെ മൂഡ് ഓഫ് കണ്ട ജോണി നീ നന്നായിട്ട് തന്നെ ചെയ്തു, പിന്നെന്താ ഒരു മൂഡ് ഓഫ്, അവൾ ആ കല്ല് പിടിച്ചു വെച്ച ടാസ്കിൽ ജയിച്ചത് ഇവളായിരിക്കും. എന്നിട്ടും ഒരു കോഴിയെ പിടിച്ച കെന്നിയായിരിക്കും മൈക്ക് അഭിനന്ദിച്ചത്. അതുപോലെ സാമിനെയും ടോറിയെയും അഭിനന്ദിച്ചു. അപ്പോൾ ഞാനാരാ? അപ്പോൾ ജോണി അവളെ കൂളാക്കി സമാധാനിപ്പിച്ച് വിടുകയാണ്, കാരണം അവൾ ജോണിയുടെ സ്റ്റുഡൻ്റാണ്. ശേഷം രാത്രി മിയാഗിഡോയിൽ സെലക്റ്റായ 12 പേരും ട്രെയിൻ ചെയ്യുന്നു. ഡേവോണും കെന്നിയും തമ്മിലായിരിക്കും ഒരു വാശി. അതിനിടയിൽ മറ്റവന് വയറിന് ചെറിയൊരു പ്രശ്നം വന്ന് എന്തോ ഒന്ന് കലക്കി കുടിക്കുന്നു. എന്നിട്ട് ഡേവോൺ ട്രെയിൻ ചെയ്യുന്നതിനിടയിൽ ജോണി ഈഗിൾ ഫാങ്ങിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും.
നമ്മൾ ഏത് വൃത്തികെട്ട ട്രിക്കും ചെയ്യാനായി തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞതൊക്കെ അവൾ ഓർക്കും. ആ സമയത്താണ് അവിടേക്ക് ഡെമിട്രിയുടെ ഗേൾ ഫ്രണ്ടായ യാസ്മിൻ വരുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറ്റവൻ വഴി കാണിച്ചു കൊടുക്കും. അവൾ വന്നിട്ട് അവനോട് എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, അതുപോലെ നീയും നിന്നിൽ വിശ്വസിക്കണം. അവൾ ഇതുപോലെയുള്ള മോട്ടിവേഷനൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും അവനും ഇതിലൊക്കെ ജയിക്കണം എന്ന ഒരു ആഗ്രഹം തോന്നി തുടങ്ങുന്നത്. ശേഷം ട്രെയിനിങ്ങിൽ ഡെമിട്രി പ്രിപ്പയർഡായി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇന്ന് സെലക്റ്റായ 12 പേരും തമ്മിലായിരിക്കും മത്സരം. അതിൽ നിന്നായിരിക്കും ആ 6 പേരെ തിരഞ്ഞെടുക്കുന്നത്. അതിനിടയിൽ ഡെമിട്രിയുടെ ഫ്ലാഗ് ഡേവോൺ എടുക്കുമ്പോൾ ജോണി കണ്ടോ അവളത് എടുത്തു. മൈക്ക് ഞാൻ എത്ര വട്ടം പറയണം നിന്നോട് ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്? മൈക്ക് നീ സംസാരിക്കുന്നത് ഒരു ചാമ്പ്യനോടാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനും ചാമ്പ്യൻ തന്നെയാണെന്ന് പറയുമ്പോൾ അത് വാലിയല്ലേ, ഞാൻ നാഷണൽ ആണെന്ന് പറയും. ഒരു വഴക്കുണ്ടാകുമ്പോൾ ഡാനിയൽ അവിടെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ച് ജോണി അവിടെ നിന്ന് മാറ്റുന്നു. അങ്ങനെ ടൈം അവസാനിക്കും. അടി കിട്ടിയ ആൻ്റണിയുടെ അടുത്തേക്ക് ഡാനിയൽ ഓടി വരും. അപ്പോഴാണ് കെന്നി അടിച്ചത് കൂടിപ്പോയെന്ന് മനസ്സിലാക്കി അവനോട് സോറി പറയുന്നത്. ആ അടിക്ക് കെന്നിയെ മൈക്ക് അഭിനന്ദിക്കുന്നു. ഇത് കണ്ട ഡാനിയൽ സീരിയസ്ലി എൻ്റെ മോൻ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്, അത് മൂക്കിൽ നിന്ന്. അപ്പോൾ സെക്കായി ടെക്കായി ഇതിലും മോശമായിരിക്കും എന്ന് അവനോട് പറയും. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയ ഫ്ലാഗ്സ് കാണിക്കാനായി പറയും. അതിൽ നിന്ന് ആദ്യ ടോപ്പ് 4നെ സെലക്ട് ചെയ്യുന്നു. ടോറി, റോബി, സാം, മിഗ്വൽ ഇവർ 4ഉം ബാഴ്സലോണയിലേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ടാകും. എന്നാൽ കിട്ടാത്തവർക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകും. ഇനി അടുത്ത 2 പേരെ സെലക്ട് ചെയ്യാനുള്ള റൗണ്ട് പിന്നെ നടത്തുന്നതാണെന്ന് പറഞ്ഞ് മൈക്ക് പോകുന്നു. ഡേവോണിന് ഇതൊന്നും പറ്റുന്നുണ്ടാവില്ല. ജോണി എന്തു പറ്റി? മൈക്ക് നിന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത നല്ല മൊമെൻറ്റ്സ് ഒന്നും അയാൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ പോകും. ശേഷം ഡാനിയൽ ബ്ലീഡിങ് നോക്കിയിരിക്കും. ആൻ്റണിക്ക് അവനിൽ തീരെ വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് അവൻ പറയുമ്പോൾ ഡാനിയൽ ജയമാണേലും തോൽവിയാണെങ്കിലും കുഴപ്പമില്ല, നീ നിന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ബെസ്റ്റ് പുറത്തെടുക്ക്, എന്നിട്ട് എല്ലാവരുടെയും റെസ്പെക്റ്റ് നേടിയെടുക്ക്. അവർ അതൊന്നും മൈൻഡാക്കാണ്ട് അവിടുന്ന് പോകുന്നു. ശേഷം രാത്രി ജോണി മൈക്കിൻ്റെ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോകുന്നു. അവൻ വന്ന് ഇന്നുണ്ടായ തർക്കത്തിൽ സോറി പറയും. പക്ഷെ മൈക്കിന് അവൻ സോറി പറയാൻ വന്നതല്ലെന്ന് മനസ്സിലാവും. ഡേവോൻ്റെ കാര്യം പറയാൻ വന്നതായിരിക്കും. അവൾ ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾ ആ ലിസ്റ്റിലേ ഇല്ല. അവൾ കരാട്ടയിൽ പുതിയതാണോ? ആണെങ്കിലും അവളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവൾ പഠിച്ചത് അവൾക്ക് പറ്റാത്തൊരു പണിയായിരിക്കാം. ജോണി അത് നീ എന്തുദ്ദേശിച്ചാ പറഞ്ഞേ? ശരിക്കും ഇതിൻ്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. മൈക്ക് അത് നന്നായിട്ടുണ്ട്, നിനക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. മൈക്ക് മതി മതി, നീ ജയിച്ച്. അപ്പോഴായിരിക്കും ആ പഴയ ബാഡാസ് ജോണിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ തല്ലി തീർത്തത് കൊണ്ട് തന്നെ ജോണി അവനോട് സോറി പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കും. എനിക്കായി നീ ഒരു ഫേവർ ചെയ്യണം, ഡേവോണിന് വേണ്ടി. അത് മൈക്കും സമ്മതിക്കും. ശേഷം ആ 2 പേരെ സെലക്ട് ചെയ്യാൻ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് മൈക്ക് കൊണ്ടുവരും. അവൻ കൊടുക്കുന്ന ടാസ്ക് 2 ഫ്ലാഗ് ഈ കാട്ടിലേതോ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട്, അതാരി എടുക്കുന്നോ അവൻ വിജയി. ഡെമിട്രി അപ്പോൾ 2 പേരും ഒരേ സമയം ആ ഫ്ലാഗ് കാണുകയാണെങ്കിലോ? അപ്പോൾ നിങ്ങളത് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഡാനിയൽ എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ജോണി നമ്മൾ ഇതിൽ ഇടപെടേണ്ട, എല്ലാം അവൻ്റെ തീരുമാനമല്ലേ എന്ന് പറയും. നിങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ടെന്ന് പറയും. ശേഷം ജോണി ഡേവോണിനോട് നീ ഓക്കെ അല്ലേ? അടിപൊളിയാണ്. കെന്നിയാണെങ്കിൽ ഒടുക്കത്തെ ഫാസ്റ്റും ഡെമിട്രിയുടെ നീളവും ഹോക്കിൻ്റെ എക്സ്പീരിയൻസും, ഇതിനൊക്കെ ഇടയിലാണ് ഞാൻ. അപ്പോൾ നീ വിഷമിക്കണ്ട, നിനക്ക് സാധിക്കും, നിനക്കിത് പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ആ സ്റ്റേജിൽ നിന്ന് ആദ്യമായി കണ്ടപ്പോൾ ഞാൻ ഈഗിൾ ഫാങ്ങിൽ നിന്നെ ചേർത്തത്. നിനക്ക് എന്താണോ കിട്ടിയത് അത് തിരിച്ചു കൊടുക്കുമെന്ന് പറയും. അവൾ യെസ് സെൻസേ എന്ന് പറയുകയാണ്.
അതിനിടയിൽ ഡെമിട്രി MIT കോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയായിരിക്കും. ഹോക്കിനോട് നീ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താ, നമ്മൾ ചെറുപ്പം തൊട്ടേ തീരുമാനിച്ചതല്ലേ ഇതൊക്കെ? അതെ, പക്ഷേ എനിക്കതിന് താല്പര്യമില്ല. ഇതൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കത്തിലാവും. അങ്ങനെ ടാസ്ക് തുടങ്ങാൻ പോവുകയായിരിക്കും. എല്ലാവരും ഓടിച്ചെന്ന് മത്സരിച്ച് ആ കൊടി കണ്ടെത്താനായി ചെല്ലും. എല്ലാവരും ഓരോ വഴിക്ക്. അതിനിടയിൽ ഡാനിയൽ, നീ ഇന്നലെ എന്ത് പണിയാണ് കാണിച്ചത്? എൻ്റെ മോൻ്റെ മൂക്കിടിച്ച് തകർത്ത് അതിന് അയാളെ അഭിനന്ദിക്കുകയാണോ വേണ്ടത്? മൈക്ക്, എനിക്ക് തെറ്റ് പറ്റിയതായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. അതിന് തന്നെ ആയിരിക്കണം ഇന്നലെ ഞാനും ജോണിയും തമ്മിൽ അടിയുണ്ടായത്. ഡാനിയൽ പെട്ടെന്ന്, നീ ഇപ്പോൾ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കും. അങ്ങനെ കെന്നിയും ഡേവോനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ മറ്റവൻ വയറിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ കുടിക്കുന്ന ആ മരുന്ന് കാണില്ലേ, അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മറുഭാഗത്ത് കെന്നി ഓടുന്നതിനിടയിൽ അവൻ്റെ വയറ്റിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാനായി തുടങ്ങും. ടോറി, ഇതിൽ കെന്നി ജയിക്കാനാണ് ചാൻസ് കൂടുതൽ അവൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആൻ്റണി, ഇല്ല, ഡേവോൺ ജയിക്കുമെന്ന് പറയും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവൻ്റെ മൂക്കിടിച്ച് പൊളിച്ചതിന് അവൻ കൊടുത്ത പണിയായിരിക്കും അത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കെന്നി തന്നെ അതിൽ വിന്നറാവുകയാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ കൊടി ഉണ്ടാവില്ല. അവനാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയിട്ടായിരിക്കും വരുന്നത്. ടോയ്ലറ്റ് നോക്കുമ്പോൾ അതിനുള്ളിൽ വേറെ ആരോ ഉണ്ടാവും. ആ സമയത്താണ് ഡേവോൺ കൊടിയുമായി വരുന്നത്. അവർ തമ്മിലുള്ള മത്സരത്തിൽ ശരിക്കും ഡേവോൺ ആയിരിക്കും വിന്നറാവുന്നത്. ആൻ്റണി ഈ ചെയ്ത കാര്യമൊന്നും ഡേവോണിന് അറിയുന്നുണ്ടാവില്ല. ശേഷം ഹോക്ക് ആ ഫ്ലാഗ് കണ്ടുപിടിക്കുന്നു. എന്തായാലും ഇനി ഒരുമിച്ച് ബാഴ്സലോണയിൽ പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇരുവരും അതിനായി ഫൈറ്റ് ചെയ്യുന്നു. ശേഷം ഡെമിട്രി ആ കൊടിയും കൊണ്ടുവരും. അങ്ങനെ സെക്കായ് ടെക്കായിലേക്കുള്ള 6 പേര് റെഡി ആയിട്ടുണ്ടാകും. ഓരോരുത്തരെയായി വിളിക്കും. മിഗ്വേൽ, സാം, റോബി, ടോറി, ഡേവോൺ ആൻഡ് ഡെമിട്രി. അതൊക്കെ കഴിഞ്ഞ് ഹോക്കും ടോയ്ലറ്റിൽ നിന്ന് കെന്നിയും പുറത്തു വരുന്നു. ഡേവോൺ, നിനക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ആരോ പണി തന്നാണെന്ന് അവൻ പറയും. അത് ആൻ്റണിയാണെന്ന് പറയും. അവൻ എൻ്റെ വെള്ളത്തിൽ ഒരു മരുന്ന് കലക്കിയതാണെന്ന് പറയും. ഇനി ഞാനത് അവരോട് പറഞ്ഞാൽ പോലും അവൻ്റെ അച്ഛനത് വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. അവൻ പോയ നേരം ഡേവോൺ ആ മരുന്നെടുത്ത് ഡസ്റ്റ്ബിന്നിലോട്ട് ഇടും. അപ്പോഴാണ് ജോണി അവിടേക്ക് വരുന്നത്. നീ നന്നായി ചെയ്തു, പ്രൗഡ് ഓഫ് യു. ശരിക്കും അവളായിരിക്കും അവനത് കലക്കി കൊടുത്തത്. ഡാനിയൽ ജോണിയോട്, നമുക്ക് 2 പേർക്കും അറിയാം ഹോക്കാണ് സെലക്ട് ആവേണ്ടതെന്ന്. പിന്നെ നീ ഇന്നലെ മൈക്കുമായി ഫൈറ്റ് ചെയ്തിരുന്നോ? ഈഗിൾ ഫാങ്ങിലുള്ളവരെ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്യാനായി? നിനക്കൊരു ഐഡിയയും ഇല്ല നീ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.